വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചത് ചർച്ചയാക്കാൻ BJP. വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണെന്നാണ് BJP നിലപാട്. വിവാദത്തെ പരിഹസിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും RSSനെ പരാമർശിക്കുന്നില്ലെന്നും ന്യായീകരിച്ചു. കോൺഗ്രസ് ആദ്യം ഗണഗീതം പാടിയ DK ശിവകുമാറിനെ തിരുത്തട്ടെയെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഞാനൊരു 30 വർഷമായിട്ട് കേൾക്കുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ലൈനുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ സംഭവം. ഇനി കുട്ടികൾ ഇത് ഗീതമായിട്ട് കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഇതിനെന്താണ് കുഴപ്പം? ഇതിൻ്റെ അകത്ത് ഹിന്ദു എന്നുള്ള ഒരു വാക്ക് പോലും പിന്നെ ഞാനിപ്പോൾ അത് വ്യാഖ്യാനിച്ച് ഹിന്ദു ആക്കിയതാണ്. വേണമെങ്കിൽ നിർമാല്യം, അമ്മയെ രാവിലെ എഴുന്നേറ്റ് അമ്മയെ വിളിക്കുന്നതും അമ്മയെ തൊഴുന്നതും ഒക്കെ വീട്ടിലെ മക്കളുടെ കാര്യമേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് കുഴപ്പം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം ജനുവരി 1-ാം തീയതി സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രഖ്യാപിച്ചാൽ മതി. അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ശിവകുമാറിനോട് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, ഒരു വരി പോലും ഈ ഗണഗീതം പാടാൻ. ഞാൻ ഗണഗീതം പാടിയിട്ടുള്ള ആളല്ല, ഞാൻ ശാഖയിൽ പോകുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ പാടുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ പാടാൻ അറിയാവുന്ന നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇതിലെന്താണ് കുഴപ്പം? അത് തന്നെയല്ല ഒരു നല്ല മെസ്സേജാണ്. ഇതെല്ലായിടത്തും BJPക്കാരിനി ഇത് BJPയുടെ സ്റ്റേജിൽ പാടുന്ന പാട്ടില്ല. എനിക്ക് BJPക്കാരോട് അപേക്ഷിക്കാനുള്ളത് ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം, എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇതെന്താണ്. കാരണം അത് RSSൻ്റെ ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയുടെ സ്റ്റേജിൽ അങ്ങനെ പാടാറില്ല. അപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് BJPയുടെ സ്റ്റേജിലും ഇത് പാടണം. ഞാൻ ഇന്ന് നിങ്ങളിപ്പോൾ വിളിച്ചതിന് ശേഷമാണ് ഇതെടുത്ത് വായിച്ചു നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇന്ത്യയെ കുറ്റം പറയുന്നവരെ സമയത്തോളം വലിയ കുറ്റമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ അല്ല കേരളമാണ് മുന്നിൽ എന്ന് പറയുന്ന ഹൃദ്രോഗിയെ നിലത്ത് കടത്തി ചികിത്സിക്കുന്ന ലോകത്തിലെ 1-ാമത്തെ ആരോഗ്യ കേന്ദ്രം ഉള്ള കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം വീഡിയോ പിൻവലിച്ച ദക്ഷിണ റെയിൽവേ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്തതോടെ വിവാദം ചൂടുപിടിക്കുകയാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉണ്ടാവുന്നത്. ഒന്ന്, വിദ്യാർത്ഥികളെ അതിനായി ഉപയോഗിച്ചു. മറ്റൊന്ന്, ഒരു രാജ്യത്തിന്റെ പൊതുസ്വത്തായ റെയിൽവേയിൽ അങ്ങനെ ഒരു ട്രെയിനിൽ RSSന്റെ ഗീതം പാടി. അതിനുശേഷമാണ് ഈ പിൻവലിക്കലും തിരിച്ചുവരലും. ഈ തിരിച്ചു വന്നപ്പോൾ ഇംഗ്ലീഷ് പരിഭാഷ കൂടി ചേർത്താണ് ആ ഗാനം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നതാണ് അതിന്റെ പ്രത്യേകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ വിവാദം മുന്നോട്ട് പോകുന്നത്? ശ്രീജ, എന്തായാലും പുതിയ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനവും അതിന് പിന്നാലെയുള്ള ആഘോഷ പരിപാടികളും ഒക്കെ അവസാനിക്കുന്നില്ല. അതിനിടയിൽ തന്നെ വലിയൊരു വിവാദം വന്നിരിക്കുകയാണ്. ഈ ഗണഗീതം സ്കൂളിലെ വിദ്യാർത്ഥികൾ ട്രെയിനിനുള്ളിൽ വെച്ച് പാടുകയും അത് X എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യൻ റെയിൽവേ ഇടുകയും ചെയ്തു. അത് തന്നെയാണ് ഏറ്റവും വലിയ വിവാദമായി ഇപ്പോൾ കത്തി നിൽക്കുന്നത്. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസും CPM ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. RSSന്റെ ഗാനം അതെങ്ങനെയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് പാടിപ്പിക്കുകയും പിന്നീട് അത് പൊതുമേഖലാ സ്ഥാപനം കൂടിയായിട്ടുള്ള ഈ റെയിൽവേയിൽ അത് റെയിൽവേ അവരുടെ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തു, അത് ശരിയല്ല എന്നൊരു നിലപാടിലേക്ക് ഇരു പാർട്ടിക്കാരും എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് കേന്ദ്രമന്ത്രിമാരുടെ തീരുമാനം. അല്പസമയം മുമ്പ് ഈ വിഷയത്തിൽ ജോർജ് കുര്യനും അതേപോലെ തന്നെ സുരേഷ് ഗോപി MP-യും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ജോർജ് കുര്യൻ പറയുന്നത് തനിക്ക് ഈ പാട്ട് അറിയില്ല, താനിത് ഒരു വേദിയിലും പാടിയിട്ടുമില്ല. പക്ഷെ RSSന്റെ പാട്ടാണെന്ന് ഇതെല്ലാവർക്കും അറിയാം, അത് താൻ കേട്ടിട്ടുമുണ്ട്. അത് വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിച്ച് പാടിച്ചതല്ല. അവരുടെ സ്കൂൾ, അതായത് ഈ എളമക്കരയിലെ സരസ്വതി വിദ്യാനികേതൻ, അത് RSSന്റെ തന്നെ ആയിട്ടുള്ളൊരു സ്കൂളാണ്. അവിടെ അവരുടെ ഒരു പ്രെയർ സോങ് ആയിട്ട് തന്നെയാണ് ആ കുട്ടികൾ ആ പാട്ട് പാടുന്നത്. അവർ ആ ട്രെയിനിൽ വന്നിരുന്ന് പാടിയതിൽ എന്താണ് തെറ്റ്? അത് ആദ്യം ഈ റെയിൽവേ തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. പിന്നീട് വിവാദമായതോടുകൂടി ആ പോസ്റ്റ് പിൻവലിക്കുന്നു. അതിനുള്ള കാരണം ഇത്രയും വിവാദമായപ്പോൾ അവർ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്രയും വിവാദമായതെന്ന് ആലോചിച്ച് പിന്നീട് അവർ ട്രാൻസ്ലേഷൻ നടത്തി, അല്ലെങ്കിൽ ഇതിൻ്റെ വിദഗ്ധ അഭിപ്രായം തേടിയപ്പോഴാണ് ഇതിൽ തെറ്റായിട്ടുള്ളതൊന്നും തന്നെ ഇല്ല എന്നും ഭാരതത്തെ പ്രശംസിക്കുന്ന ഒരു ഗാനമായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്നും ഇന്ത്യൻ റെയിൽവേക്ക് മനസ്സിലായതുകൊണ്ടാണ് വീണ്ടും അത് പോസ്റ്റ് ചെയ്തത്. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോട് കൂടിയാണ് ഇതിൽ
പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു വിശദീകരണമാണ് ജോർജ് കുര്യൻ പറയുന്നത്. ഒപ്പം അദ്ദേഹം പ്രതിപക്ഷത്തെയും അതോടൊപ്പം തന്നെ CPM-നെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ജോർജ് കുര്യൻ പറയുന്നത് പ്രകാരം ഈ DK ശിവകുമാർ നിയമസഭയിലടക്കം ഈ പാട്ട് പാടിയിട്ടുണ്ട്, ഗണഗീതം പാടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആദ്യം തിരുത്തേണ്ടത് DK ശിവകുമാറിനെ അല്ലേ? പിന്നെ എന്തിനാണ് നിയമസഭയിൽ അദ്ദേഹത്തിന് അത് പാടാമെങ്കിൽ ഇവിടെ വിദ്യാർത്ഥികൾക്കും അത് പാടിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം CPM-ലെ പല നേതാക്കൾക്കും ഈ ഗണഗീതം അറിയാം, അത് അവരോട് തന്നെ ചോദിക്കാൻ മുഖ്യമന്ത്രിയോട് പറയൂ എന്നുകൂടി ഈ ജോർജ് കുര്യൻ പറയുന്നുണ്ട്. ഒപ്പം സുരേഷ് ഗോപി MP-യും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇതിലെന്താണ് തെറ്റ് എന്ന് അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. K. സുരേന്ദ്രനടക്കം ഈ റെയിൽവേയുടെ ഈ പോസ്റ്റിനെ ഷെയർ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ BJP-യിൽ പോലും ഈ RSS-ന്റെ ഈ ഗാനം BJP-യുടെ പൊതുവേദിയിലും അവതരിപ്പിക്കണം, പാടണം എന്നൊരു നിർദ്ദേശം താൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുകൂടി ജോർജ് കുര്യൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വന്ദേ ഭാരതം പാടുന്നത് പോലെ തന്നെയല്ലേ ഈ പാട്ടും എന്ന് കൂടി അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കുകയാണ് CPM-ഉം കോൺഗ്രസും. ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ ഈ വിഷയങ്ങൾ ഉന്നയിക്കട്ടെ എന്ന് പരിഹസിക്കുക കൂടി ചെയ്യുകയാണ് ജോർജ് കുര്യൻ. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി ഇതിൻ്റെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഇത് പാടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടിച്ചത് എന്നതിൽ ഒരു വിശദീകരണം തേടിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇതിനൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. ഒരു ഇപ്പോൾ BJP നേതാവ് ശ്രീ B. ഗോപാലകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ B. ഗോപാലകൃഷ്ണൻ, മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലെ ഒരു വരി, അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന RSS-ന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് എന്നാണ് പറയുന്നത്. എപ്പോൾ തൊട്ടാണ് നമ്മൾ ഈ പൊതു ചടങ്ങുകളിൽ, ഇതൊരു പൊതു ചടങ്ങായി കാണാമല്ലോ, ഇങ്ങനെ RSS-ന്റെ ഗണഗീതമൊക്കെ ആലപിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? തിരിച്ചാണ് ചോദിക്കേണ്ടത്. എപ്പോഴാണ് ഈ ഭരണഘടനയെ കുറിച്ച് CPM-ഉം മുഖ്യമന്ത്രിക്കും ഇത്രയേറെ ബഹുമാനം തോന്നിയത്? അതല്ലേ അത് ചോദിക്കേണ്ടത്. ഭരണഘടന എന്ന് പറഞ്ഞാൽ ഭരണഘടനയാണ്. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ടെലിഫോൺ ലൈനിൽ ചെറിയൊരു വ്യക്തത കുറവ്, അങ്ങേ ഒന്നുകൂടി ഫോണിൽ വിളിക്കാം. എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചരണത്തിന് സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ദേശഭക്തി ഗാനമെന്ന കുറിപ്പോടെ ഈ ഗണഗീതം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യമാവുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്കുക കൂടിയാണ് ചെയ്തത്. അതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത്. VK സനോജ് ഉൾപ്പെടെയുള്ള DYFI നേതാക്കൾ ശക്തമായ ഭാഷയിൽ ഇത് നാഗ്പൂരിൽ നിന്ന് കൊണ്ടുവന്നുണ്ടാക്കിയതല്ല എന്നൊക്കെ രീതിയിലുള്ള കടന്ന രീതിയിലുള്ള പ്രതിഷേധ പ്രസ്താവനകളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ വിവാദങ്ങൾക്കിടയിലാണ് ദക്ഷിണ റെയിൽവേ ആദ്യം പിൻവലിച്ച, സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആദ്യം പിൻവലിച്ച ശേഷം ഇപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടി ചേർത്ത് അത് വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഈ വിഷയത്തിൽ സർക്കാർ വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആ സ്കൂൾ RSS-ന്റെ കീഴിലുള്ള ഒരു സംഘം അല്ലെങ്കിൽ ഒരു സമിതി നടത്തുന്ന സ്കൂളാണ്. നേരിട്ടല്ലെങ്കിലും RSS നേതൃത്വം നൽകുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ആ സ്കൂളിലെ കുട്ടികളാണ് ഈ യാത്രയിൽ ആദ്യമുള്ളത്. അവർ വന്ന് ഗണഗീതം പാടുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഒരു പെട്ടെന്നുണ്ടായതല്ല, നേരെ മറിച്ച് അതിലൊരു തയ്യാറെടുപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ശ്രീജ, ഇന്നലെ വന്ദേ ഭാരതിൽ ആദ്യ യാത്രക്കാരായി എത്തിയത് തന്നെ സർക്കാരിൻ്റെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു. അതിൽ വിദ്യാനികേതനിലെ കുട്ടികളുണ്ടായിരുന്നു, കേന്ദ്രീയ വിദ്യാലയത്തിലെ കുട്ടികളുണ്ടായിരുന്നു, ഈ റെയിൽവേ ജീവനക്കാരുണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കൾ സുരേഷ് ഗോപി MP അടക്കമുള്ളവരും ആ ട്രെയിനിലുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു ഇന്നലെ ഈ സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികൾ. ഇന്നലെ ന്യൂസ് 18നോട് സംസാരിക്കുകയും അവരുടെ അധ്യാപകരൊക്കെ സംസാരിച്ചു. അതിൽ അധ്യാപകർ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് PA നേരിട്ട് വിളിച്ചതാണ്. വളരെ സന്തോഷമുണ്ട്, പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നുണ്ട്, കുട്ടികളുമൊക്കെ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഗണഗീതം പാടുകയും അത് ഈ റെയിൽവേ തങ്ങളുടെ X പ്ലാറ്റ്ഫോമിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്.
തൊട്ട് പിന്നാലെയാണ് ഇതിൻ്റെ വിവാദമൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത്. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം അനുസരിച്ച് സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ദേശഭക്തി ഗാനം ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ഈ ട്രെയിനിൻ്റെ ഉള്ളിലും പാടിയത്. അല്ലാതെ ഇത് ഞങ്ങളെ ആരും നിർബന്ധിച്ചിട്ടല്ല, അല്ലെങ്കിൽ ആരുടെയും ആവശ്യപ്രകാരമല്ല ഈ ഗാനം പാടിയത് എന്നാണ് സ്കൂളിൽ നിന്ന് നൽകുന്ന വിശദീകരണം. ഇത് തന്നെയാണ് BJPയും പറയുന്നത്. ഇതൊരു പൊതുവേദിയിലല്ല പാടിയത്. ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങിലോ അല്ലെങ്കിൽ ഇവിടെ എറണാകുളം ജംഗ്ഷനിലായിരുന്നു അതിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ മന്ത്രി P രാജീവ് ഉൾപ്പെടെയുള്ളവർ ആ വേദിയിലുണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ച് അല്ലെങ്കിൽ ആ ചടങ്ങിൻ്റെ വേളയിലല്ല കുട്ടികൾ ഈ പാട്ട് പാടിയത്. അവരുടെ ഇഷ്ടപ്രകാരം ട്രെയിനിനുള്ളിൽ വെച്ചാണ് ആ പാട്ട് പാടിയത്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ വിവാദമാക്കുന്നതെന്ന കാര്യമാണ് BJP ആവർത്തിച്ച് ചോദിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷവും CPMും പറയുന്നത് ഇതൊരു RSSന്റെ ഗാനമാണ്. അത് ഈ കുട്ടികളത് പാടിയതിനെയല്ല, അതിനപ്പുറത്തേക്ക് ഇതൊരു പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേ അത് തങ്ങളുടെ പേജിൽ അത് പോസ്റ്റ് ചെയ്യുന്നതിലെ തെറ്റാണ് CPMും കോൺഗ്രസും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇതിൻ്റെ വിവാദം പ്രതികരണങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കളടക്കം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. ജോർജ് കുര്യനും സുരേഷ് ഗോപി MP ഇതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ജോർജ് കുര്യനോ സുരേഷ് ഗോപി MPയോ ഈ RSSന്റെ ശാഖയിൽ പങ്കെടുക്കുന്നതായിട്ടോ ഗണഗീതം പാടിയതായിട്ടോ ഒന്നും അറിവില്ല. അവർ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിശദീകരണമൊക്കെ നൽകുന്നത്? ഈ BJP ഇത്തരത്തിലുള്ളൊരു അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ ഈ വർഗീയത അഴിച്ചുവിടുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടി, അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഇതിൻ്റെ ഇരയാക്കുന്നതെന്നാണ് കോൺഗ്രസും CPMും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറയുന്നത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഇത് അന്വേഷിക്കാൻ ഉത്തരവും ഇട്ടിരിക്കുകയാണ്. ശ്രീജ, RSS ഗണഗീത വിവാദം വലിയ ചർച്ചയാവുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഓരോരുത്തരും വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് ഒരു തീവ്ര രാഷ്ട്രീയത്തിൻ്റെ ഒളിച്ചുകടത്തൽ ആണെന്നാണ് CPM ആരോപിക്കുന്നത്. അതുതന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താക്കുറിപ്പിൽ പറയുന്നതും. തീവ്രവാദ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ തീവ്ര നിലപാടുകളുടെ ഒളിച്ചുകടത്തലാണ് എന്ന പ്രതികരണമാണ് നടത്തിയത്. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്നതാണ് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള സങ്കുചിത രാഷ്ട്രീയ മനസ്സാണ് എന്നതാണ് പറയുന്നത്. നവമി, ഈ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്തത് ആദ്യഘട്ടത്തിൽ ഇത് ഒരു ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞാണല്ലോ റെയിൽവേ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നാലെ ഇത് പിൻവലിച്ചു, ഇപ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അപ്ലോഡ് ചെയ്തപ്പോൾ ഇത് ദേശഭക്തി ഗാനം തന്നെയാണെന്ന് തെളിയിക്കാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ വരികൾ നോക്കിയാൽ വരികളിൽ എവിടെയും ഇതൊരു ഭാരതത്തെ അമ്മയായി കണ്ടുകൊണ്ടുള്ള ഒരു ഗാനം, അതിനപ്പുറത്തും വരികളിലൊന്നും പ്രശ്നം ഇല്ലാത്തതാണ്. പക്ഷേ ഇത് RSS അംഗീകരിച്ച് അവരുടെ ഗണഗീതമാണ്, അവരുടെ വേദികളിൽ അവർ നിരന്തരം ആലപിക്കുന്ന ഗാനമാണ്. അതാണല്ലോ അതിലെ പ്രശ്നം. അപ്പോൾ ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതുകൂടി ഉൾപ്പെടുത്തിയത് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീജ, അല്പസമയം മുമ്പ് ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ഗണഗീതം, അതായത് ഇന്നലെ കുട്ടികൾ പാടിയ ആ ഗണഗീതത്തിൻ്റെ ഓരോ വരികളായി അതിൻ്റെ അർത്ഥം ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അപ്പോൾ നമ്മൾ ചോദിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ RSSന്റെ ഒരു ഗാനം അത് കുട്ടികൾ ആലപിച്ചതിൽ തെറ്റില്ല, പക്ഷെ അത് എന്തുകൊണ്ടാണ് ഈ റെയിൽവേ അത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇത്രയും വിവാദമായപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നല്ലോ, അതിലെന്തെങ്കിലും തെറ്റ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ പിൻവലിക്കേണ്ടി വന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം, ആദ്യം ഈ ഗാനം പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഉണ്ടായിരുന്ന കുറിപ്പ് ഇങ്ങനെയായിരുന്നു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന വേളയിൽ സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവരുടെ സ്കൂൾ ഗാനം മനോഹരമായി അവതരിപ്പിക്കുന്നു എന്ന കുറിപ്പോടുകൂടി, അതായത് രണ്ടാമത്തെ പ്രാവശ്യം, ആദ്യം ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം പാടുന്നു എന്ന കുറിപ്പോടുകൂടിയായിരുന്നു ആദ്യം ഈ ഗാനം പോസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അടിക്കുറിപ്പ്. പിന്നീട് വിവാദമായപ്പോൾ അത് പിൻവലിക്കുകയും അതിന് താരെ പിന്നീട് വന്നിരിക്കുന്നത് സ്കൂൾ ഗാനം മനോഹരമായി അവതരിപ്പിച്ചു എന്ന തരത്തിലേക്ക് വീണ്ടും ആ കുറിപ്പിടുകയും ചെയ്യുന്നു. ഒപ്പം ഈ ഗണഗീതത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനവും ഈ പോസ്റ്റിലുണ്ട്. അത് ജോർജ് കുര്യൻ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ റെയിൽവേയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്,
ഗണഗീതം ആദ്യം റെയിൽവേക്ക് മനസ്സിലായില്ല. ഇതിൽ ഈ വിവാദമായപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അത് പോസ്റ്റ് ചെയ്തത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊണ്ടാണോ എന്നൊരു സംശയമുള്ളത് കൊണ്ടാണ് റെയിൽവേ ആ പോസ്റ്റ് ആദ്യം പിൻവലിച്ചത്. പിന്നീട് വിദഗ്ധരോട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഗൂഗിളിലൊക്കെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൽ തെറ്റൊന്നുമില്ല, അമ്മയെ പ്രകീർത്തിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് മനസ്സിലായതുകൊണ്ടാണ് വീണ്ടും അത് പോസ്റ്റ് ചെയ്തത് എന്നാണ് റെയിൽവേ അതുകൊണ്ടാണ് വീണ്ടും റെയിൽവേ അത് പോസ്റ്റ് ചെയ്തത് എന്നാണ് ജോർജ് കുര്യൻ്റെ വിശദീകരണം. പക്ഷേ അതെത്രമാത്രം അംഗീകരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ റെയിൽവേ ഒരു ഗാനം പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ അർത്ഥമൊന്നും നോക്കാതെ, അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ പാട്ട് പാടിയത് കൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദേശഭക്തി ഗാനം എന്നൊരു കുറിപ്പ് ആദ്യം റെയിൽവേക്ക് ഇരുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പ്രതിപക്ഷവും അല്ലെങ്കിൽ CPM ഒക്കെ ഉന്നയിക്കുന്നത്. എന്തായാലും റെയിൽവേയും ന്യായീകരിച്ചുകൊണ്ടും ഈ ഗണഗീതം പാടിയതിൽ തെറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJPയുടെ MP-മാരടക്കം ഈ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു മറുപടി എന്ന തരത്തിലേക്ക് രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷവും CPM ഒക്കെ ഇതിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. റെയിൽവേ എന്തായാലും ആദ്യം ഈ പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും വീണ്ടും അത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിൽ അടിക്കുറിപ്പ് മാറിയിട്ടുണ്ടെന്നതിലപ്പുറത്തേക്ക് ആ ഗാനം വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എക്സ് പ്ലാറ്റ്ഫോമിൽ നോക്കിയാൽ ആ ഗാനം ഇപ്പോഴുമുണ്ട്. സ്കൂളിൻ്റെ വിശദീകരണം അത് ഞങ്ങൾ അസംബ്ലിയിൽ പാടുന്ന പാട്ടാണ്, ആരും നിർബന്ധിച്ച് പാടിച്ചതല്ല എന്നൊരു വിശദീകരണമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും എത്തിയിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. RSS ഗണഗീതം വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ ആലപിച്ചത് വലിയ വിവാദമാകുന്നു. അത് CPMന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ഇതിനെതിരെ രംഗത്തെത്തി. അതേസമയം അത് ആലപിച്ചതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ രംഗത്തെത്തുന്നത്. ആ പാട്ട് റെയിൽവേ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഇടവേള.